അതിന്റെ ഫലങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ ഈ കർഷക രാഷ്ട്രീയ രംഗത്ത് വളരേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ ഈ കാർഷിക രംഗത്തുള്ള ആ അപകടമായ ചില മനസ്സിലാക്കുന്നതിന് നമുക്ക് വലിയ ശക്തമായ ബോധവൽക്കരണം ആവശ്യമാണ്. ആ ബോധവൽക്കരണത്തിന് മുൻപന്തി നിൽക്കേണ്ടത് തീർച്ചയായിട്ടും ഇവിടുത്തെ മാധ്യമങ്ങളാണ് എന്ന കാര്യത്തിൽ ആ സംശയം. അപ്പോൾ മാധ്യമങ്ങൾ അതിൽ മുന്നോട്ട് വന്നില്ലെങ്കിൽ, ഭരണം വന്നില്ലെങ്കിൽ നമ്മളൊരു ആത്മഹത്യാപരമായിട്ട് നിലപാടെടുക്കുന്ന ചെയ്യുന്നു. അപ്പോൾ ആ മാധ്യമങ്ങൾ മുൻപോട്ട് വരണം, ഇങ്ങനെയുള്ള പ്രാധാന്യം കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, മുൻപോട്ട് വരണം. ഇന്ന് അവിടെയെല്ലാം പേര് കിട്ടുന്നോ, ഇവിടെ പ്രശസ്തി കിട്ടുന്നോ, ഒരു പരീക്ഷ വരെ നമ്മുടെ ഭരിക്കുന്ന ഗവൺമെന്റും രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവർ കൃഷി നന്നാകണമെന്നോ, മനുഷ്യരോട് നിലനിൽക്കണമെന്നോ, പാവപ്പെട്ട കർഷകർക്ക് മെച്ചം വരണമെന്നോ, അവർ ജീവിക്കണമെന്നോ, അത് ആത്മഹത്യ ചെയ്യേണ്ടതെന്നല്ല. ഈ കാലത്ത് ചിലപ്പോഴൊക്കെ സംസാരിക്കാനുണ്ട്. എപ്പോഴാണ് ഒരു വോട്ട് കിട്ടുന്ന ആ കാലത്ത് മാത്രം സംസാരിക്കും.